റാൻഡം വേരിയബിൾസ്. നിങ്ങൾ റാൻഡം വേരിയബിളിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. റാൻഡം വേരിയബിൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. റാൻഡം വേരിയബിൾ നമ്മൾ പലതരം ഡെഫിനീഷൻസ് നമ്മൾ കാണാറുണ്ട്. പല ബുക്കുകളിലും പല ഡെഫിനീഷൻസ് ആയിട്ടാണ് കാണാറുള്ളത്. അതേപോലെ തന്നെ നമുക്കിവിടെ നിങ്ങൾ നേരത്തെ ഒരു 3 ഡെഫിനീഷൻസ് കണ്ടു കാണും. +2 ലെവൽ, UG ലെവൽ, PG ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനീഷൻസ് കണ്ടു കാണും. അതുകൂടാതെ ഒരു ഡെഫിനീഷൻ ഉള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതായത് ഒരു റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷനാണ്. അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എസ് ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -∞ ടു ∞ ആണ്. അതായത് ഒരു സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ ലൈനിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. എന്താണ്? നമ്മളൊരു ഡൊമെയിൻ എസ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ സ്പേസ് എസ്സിൽ നിന്ന് റിയൽ ലൈനിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു ഫങ്ഷനെ വിളിക്കുന്ന പേരാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഈ റാൻഡം വേരിയബിളിൻ്റെ ഈ ഡെഫിനീഷൻ കൂടാതെ നിങ്ങൾ വേറെ ഡെഫിനീഷൻസ് നിങ്ങളവിടെ കണ്ടു കാണും. നിങ്ങൾക്ക് ഏത് ഡെഫിനീഷൻ വേണമെങ്കിലും റാൻഡം വേരിയബിളിനെ ചൂസ് ചെയ്യാം. അതിന് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബുക്സുകൾ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ മാത്രം മതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് തിയറംസ് ആണ്. തിയറംസിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റാൻഡം വേരിയബിൾസിൻ്റെ കുറച്ച് കോമ്പിനേഷൻസ് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകതകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി അതായത് നമ്മൾ 2 റാൻഡം വേരിയബിൾ, നമ്മൾ ഫസ്റ്റത്തെ തിയറം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 റാൻഡം വേരിയബിൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവയുടെ കോമ്പിനേഷൻസ് CX1, X1 + X2, X1 × X2 എന്ന് പറഞ്ഞിട്ടുള്ളതെല്ലാം റാൻഡം വേരിയബിൾസ് ആയിരിക്കും എന്നാണ് ഫസ്റ്റത്തെ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ 2 റാൻഡം വേരിയബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പല കോമ്പിനേഷൻസും റാൻഡം വേരിയബിൾ ആയിരിക്കും. ഇനി രണ്ടാമത്തെ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ C1X1 + C2X2 എന്ന് പറയുന്നത്, അതായത് ആ കോമ്പിനേഷൻ ഒരു റാൻഡം വേരിയബിൾ ആണ് എന്നുണ്ടെങ്കിൽ C1 C2 എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. X1 ആൻഡ് X2 റാൻഡം വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ ദെൻ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഒരു കണ്ടീഷനാണ് X1 - X2 ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. അതായത് ഇവിടെ 2 കണ്ടീഷനാണ് പറയുന്നത്. C1X1 + C2X2 എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കണം. X1 ഉം X2 റാൻഡം വേരിയബിൾ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ X1 - X2 ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ തിയറം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ തിയറത്തിനെ കുറിച്ചാണ്. മൂന്നാമത്തെ തിയറത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 റാൻഡം വേരിയബിൾസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 റാൻഡം വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റാൻഡം വേരിയബിളിൻ്റെ മാക്സിമം നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് ആ 2 വേരിയബിളിൽ ഏതാണ് മാക്സിമം എന്ന് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും, അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ മിനിമം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതും റാൻഡം വേരിയബിൾസ് തന്നെ ആയിരിക്കും എന്നാണ് മൂന്നാമത്തെ തിയറം പറയുന്നത്. ഇനി നാലാമത്തെ തിയറം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റാൻഡം വേരിയബിൾ എക്സ് കൺസിഡർ ചെയ്യുകയാണ്. എഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനും കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ f(x) എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനും റാൻഡം വേരിയബിൾ ആയിരിക്കും. ദെൻ ഇതേപോലത്തെ തന്നെ വരുന്നതാണ് അഞ്ചാമത്തെ തിയറവും. എക്സ് ഒരു റാൻഡം വേരിയബിളാണ്, എഫ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ f(x) എന്ന് പറയുന്നതും ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് തിയറംസ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ് നിർത്തിയിട്ടുള്ളത്. റാൻഡം വേരിയബിളിൻ്റെ ഭാഗത്ത് നമുക്ക് ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലോട്ട് പോകുന്നതാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നിങ്ങളറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റാൻഡം വേരിയബിളിൻ്റെ ഒരു ഫംഗ്ഷനാണ്. റാൻഡം വേരിയബിളിനെ നമ്മൾ പ്രോബബിലിറ്റിയിലെ ടേംസിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് X < സ്മോൾ x, അതായത് നമ്മളതിനൊരു വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും നമ്മുടെ റാൻഡം വേരിയബിൾ. അങ്ങനെ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 പ്രോപ്പർട്ടിയാണുള്ളത്, അല്ലെങ്കിൽ 4 തരത്തിലാണ് നമ്മൾ ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് f(0), അതായത്
എക്സിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. ദെൻ എഫ് ഓഫ് ഇൻഫിനിറ്റി, അതായത് എഫിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസ് ചെയ്ത് കോൺസ്റ്റൻ്റ് ആവുന്ന ഒരു ഗ്രാഫായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഫോളോയിങ്ങിൽ പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ വരുന്ന 2 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും, പ്ലസ് അതൊരു റൈറ്റ് കണ്ടിന്യൂസ് ഫംഗ്ഷനും കൂടി ആയിരിക്കും. 4 പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ മെയിനായിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതെപ്പോഴാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആവുന്നതെന്ന് ചെക്ക് ചെയ്യുന്നത് ഈ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതായത് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആയിരിക്കണം, എഫ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കണം, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോൺ ഡിക്രീസിങ് ആയിരിക്കണം, പ്ലസ് ആ ഫംഗ്ഷൻ ഒരു റൈറ്റ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഈ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി ബാക്കി കുറച്ച് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഈ പ്രോപ്പർട്ടീസൊക്കെ കുറച്ച് ഡെറിവേഷൻ അല്ലെങ്കിൽ കുറേ എക്സ്പ്ലനേഷൻ വേണ്ട ടൈപ്പാണ്. എനിക്ക് തോന്നുന്നു നമ്മളിത് ക്ലാസ്സിൽ വന്നിട്ട് ഡിസ്കസ് ചെയ്യുമായിരിക്കും ബെറ്റർ. സോ ഞാൻ ഈ പ്രോപ്പർട്ടീസ് ഇവിടെ സ്കിപ്പ് ചെയ്യുവാണ്. നമുക്ക് നെക്സ്റ്റ് വീക്ക് വന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഡെഫിനീഷൻസ് ആണ്. സോ നമുക്ക് ഡെഫിനീഷൻസിലോട്ട് പോവാം. സോ നെക്സ്റ്റ് നമ്മൾ റാൻഡം വേരിയബിൾസിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് മെയിൻലി 2 തരത്തിലുള്ള റാൻഡം വേരിയബിൾസ് ആണുള്ളത്. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും 2 കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസും. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ ലൈനിലോട്ടുള്ള മാപ്പിംഗ് ആണ് റാൻഡം വേരിയബിൾ. ഈ റാൻഡം വേരിയബിൾ മാപ്പ് ചെയ്യുന്ന സമയത്ത് റിയൽ ലൈനിലോട്ട് മാപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ റിയൽ ലൈനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വാല്യൂസ് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ക്രീറ്റ് വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കും. അതല്ല ഈ 1ഉം 2ഉം 3ൻ്റെയും ഇടയിൽ കുറേ വാല്യൂസ് വരുന്നുണ്ടല്ലോ, ആ വാല്യൂസാണ് നമ്മുടെ റാൻഡം വേരിയബിൾ മാപ്പ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽ ലൈനിൽ നിന്ന് മാപ്പ് ചെയ്യുന്ന വാല്യൂസ് എല്ലാം ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആവുന്ന സമയത്ത് നമ്മൾ റിയൽ ലൈനിൽ നിന്ന് മാപ്പ് ചെയ്യുന്ന വാല്യൂസ് എല്ലാം കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും. അതായത് എല്ലാ റിയൽ ലൈനിലെ വാല്യൂസും നമുക്കവിടെ പോസിബിളായിട്ടുണ്ട്. സോ ഇനി ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ വെച്ചിട്ടും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വെച്ചിട്ടും നമുക്ക് 2 ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്ന് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻസ്. അതായത് ഡിസ്ക്രീറ്റ് കേസ് വരുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് കേസ് വരുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്, ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കേസാണ്. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ അത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനായിട്ട് മാറും. നൗ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു xi എന്ന് പറഞ്ഞിട്ടുള്ള ടേം ആയിരിക്കും. അതായത് നമ്മളിവിടെ ഈക്വൽ ടു xi എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് xi അല്ലെങ്കിൽ പി ഓഫ് xi വെച്ചിട്ട് നമുക്കിതിനെ ഡിനോട്ട് ചെയ്യാം. ദെൻ ഇവിടെ 2 പ്രോപ്പർട്ടിയാണ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത്. ഈ പി ഓഫ് xi എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0നേക്കാളും വലിയ വാല്യൂ ആയിരിക്കും. പ്ലസ് നമ്മൾ ഇതിൻ്റെ എല്ലാം സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. അതാണ് ശരിക്കും പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു കൗണ്ടബിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. സോ നെക്സ്റ്റ് നമുക്ക് പറയാവുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒന്നുമില്ല, നമ്മൾ നേരത്തെ
ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലെ പോയിൻറ്റ്സ്, അതായത് അവിടുത്തെ എക്സ് വാല്യൂസ് എല്ലാം ഡിസ്ക്രീറ്റ് ആവുന്ന കേസിൽ നമുക്ക് വരുന്ന ഫംഗ്ഷനാണ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ഗ്രാഫ് കൊടുത്തിരിക്കുന്നുണ്ടോ, സ്റ്റെപ്പായിട്ടുള്ള ഗ്രാഫ്. ഇതേപോലെ ഡിസ്ക്രീറ്റ് വാല്യൂസ് വരുന്ന സമയത്ത് സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് വരുന്ന സമയത്ത് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ പ്രോബബിലിറ്റീസ് എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആ പ്രോബബിലിറ്റീസിൻ്റെ എല്ലാം സമ്മും ഈക്വൽ ടു 1 ആയിരിക്കും. അത് നമ്മുടെ യൂഷ്വലായിട്ട് നമ്മൾ പറയുന്ന ഡെൻസിറ്റി ഫംഗ്ഷൻ ആയാലും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയാലും പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയാലും നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. പ്രോബബിലിറ്റീസ് എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണ്, പ്ലസ് എല്ലാത്തിൻ്റെയും സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ നമ്മളിവിടെ ഇനി പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ മാപ്പ് ചെയ്യുന്ന വാല്യൂസ് കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വരുന്നത്. അപ്പോൾ വരുന്ന നമ്മുടെ ഫംഗ്ഷനാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ വാല്യൂസ് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. അവിടെ വരുന്നത് ഒരു സ്മൂത്ത് കർവ് ആയിരിക്കും. ആ സ്മൂത്ത് കർവിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്പെസിഫിക് ഏരിയയാണ് നമ്മൾ എഫ് ഓഫ് എക്സ്, അതായത് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഡെഫിനേഷൻ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഈ ഗ്രാഫ് വെച്ചിട്ടാണ്. നമ്മൾ ഈ ഗ്രാഫ് കണ്ടല്ലോ, ഒരു ബെൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിൽ ഷെയ്ഡ് ചെയ്ത ഏരിയാസ് കണ്ടല്ലോ, ആ ഷെയ്ഡ് ചെയ്ത ഏരിയാസിനാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിലെ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മളതൊരു ഡെൻസിറ്റി ഫംഗ്ഷനായിട്ട് മാറുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്, 3 പ്രോപ്പർട്ടീസാണ് പറയാനുള്ളത്. എഫ് ഓഫ് എക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. എഫ് ഓഫ് എക്സിനെ കംപ്ലീറ്റ് റേഞ്ചിൽ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ കിട്ടാൻ പോകുന്നത്. ഇനി ഒരു സ്പെസിഫിക് ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റേഞ്ചിൽ നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇൻറ്റഗ്രൽ അണ്ടർ ഇ എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിച്ചാൽ മതിയായിരിക്കും. സോ നമ്മളിനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളിലോട്ടാണ് പോകുന്നത്. കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരിത്തമെറ്റിക് മീൻ എടുത്തിട്ടുണ്ട്, ഹാർമോണിക് മീൻ, ജോമെട്രിക് മീൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അത് കാണാനുള്ള ഇക്വേഷൻസും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ 4ാമത് പറയുന്നത് റോ മൊമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിനും എബൌട്ട് എ പോയിൻറ്റ് എ എന്ന് നമ്മളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ μ1 ഡാഷും μ2 ഡാഷും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഇക്വേഷനും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. 5ാമതായിട്ട് പറയുന്നത് സെൻട്രൽ മൊമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. സെൻട്രൽ മൊമെൻറ്റ് എബൌട്ട് മീൻ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. μ1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക, μ2ൻ്റെ ഇക്വേഷൻ എന്താണ് എന്നും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതിയാവും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവിടെ, മീഡിയൻ്റെ ഇക്വേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് മീഡിയൻ്റെ ലെഫ്റ്റ് സൈഡും മീഡിയൻ്റെ റൈറ്റ് സൈഡും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അങ്ങനെ 1/2 കിട്ടുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ മീഡിയൻ അല്ലെങ്കിൽ എം എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ മീൻ ഡീവിയേഷനാണ്. മീൻ ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും ക്വാർട്ടൈൽസും ഡെസൈൽസും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മോഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ മോഡിൻ്റെ എങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുക. മോഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന് മാക്സിമം വരുന്ന ഒരു വാല്യൂ ആണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, ആദ്യം എഫ് ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് ലെസ് ദാൻ 0 ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എക്സ് പോയിൻറ്റ് നമ്മുടെ മോഡായിട്ട് വരുവാണ്. ഇതാണ് മോഡ് എന്ന് പറയുന്നുള്ളത്. ഇനി അടുത്തത് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിന്യൂസ് ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. ഇനി കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് നമ്മൾ പറയുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അതായത് ഇൻറ്റഗ്രൽ ഓവർ -∞ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ആണ് നമ്മുടെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലെ ഡെഫിനീഷൻ എന്ന് പറയുന്നത്.
ഇവിടെയും നമ്മൾ ഒരു 6-7 പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് പറയുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ 0 <= f of x <= 1. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. ദെൻ നമ്മൾ അടുത്തത് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടും. പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് എപ്പോഴും >= 0 ആയതുകൊണ്ട് നമുക്കത് എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ ആയിരിക്കും. ഒരിക്കലും അത് ഡിക്രീസ് ചെയ്യില്ല. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ദെൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് f of -∞ 0 ആണ്, f of +∞ 1 ആണ്. നമ്മൾ അവിടെ പറഞ്ഞപ്പോൾ f of 0 = 0 എന്ന് പറഞ്ഞിരുന്നു. കാരണം നമ്മൾ അവിടെ എടുത്തിരുന്ന റേഞ്ച് 0 to ∞ ആയിരുന്നു. ഇവിടെ നമ്മൾ എടുക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് -∞ to ∞ ആണ്. സോ -∞, അതായത് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺ റൈറ്റ്. അതായത് റൈറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എഫ് ഓഫ് എക്സിന് വരുന്ന ഡിസ്കണ്ടിന്യൂറ്റീസ് എല്ലാം നമുക്ക് കൗണ്ടബിൾ ആയിരിക്കും. ദെൻ ഒരു 2 പ്രോപ്പർട്ടി പറയുന്നുണ്ട്. നമ്മുടെ ഡെഫിനേഷനിൽ നമ്മൾ മുന്നേ ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ആ ഡെറിവേഷൻ പറയുമ്പോൾ പറയാം കേട്ടോ.